Hello students, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കൺസിഡർ an autonomous system dx by dt equal to f of xy and dy by dt equal to g of xy with an isolated critical point at 0, 0. If f of xy and g of xy can be expanded in power series in x and y, then one has the form. ഇതാണ് നമ്മുടെ ഓട്ടോണമസ് സിസ്റ്റം. ഇവിടെയുള്ള എഫ് ഓഫ് എക്സ് വൈനെയും ജി ഓഫ് എക്സ് വൈനെയും നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ടേംസിൽ പവർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം എ വൺ ഇൻറ്റു എക്സ് പ്ലസ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എ വൺ ഇൻറ്റു എക്സ് പ്ലസ് ബി വൺ ഇൻറ്റു വൈ പ്ലസ് ലീനിയർ ടേം. ഇനി ക്വാഡ്രാറ്റിക് ടേംസ് എഴുതാം. സേ സി വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡി വൺ ഇൻറ്റു എക്സ് വൈ പ്ലസ് ഇ വൺ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് അത്രയും വരും പവർ 2 വരുന്ന ടേം, പിന്നെ പവർ 3 വരുന്ന ടേം, പവർ 4 വരുന്ന ടേം, അങ്ങനെ എക്സിട്ര. അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി ടിയുടെ നമുക്ക് ഇതേ കണക്കിന് തന്നെ കോഎഫിഷ്യൻസ് മാറ്റിയിട്ട് എഴുതാം. ഇതാണ് അതിൻ്റെ പവർ സീരീസ് എക്സ്പാൻഡ് ഫോം. The process of replacing this system by a linear system is usually called linearization. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ടേംസ് എന്ന് പറയുമ്പോൾ 1 ഡിഗ്രി വരുന്ന ടേംസ് മാത്രം എടുത്തിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ലീനിയറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ സിസ്റ്റത്തിന് ജനറലി നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് ജി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അതിൽ ഈ ബാക്കി റിമൈനിങ് ടേംസ് എല്ലാം ഒഴിച്ച് ഈ ലീനിയർ ഫസ്റ്റ് ഡിഗ്രി വരുന്ന ടേംസ് മാത്രം എടുത്തൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ലീനിയറൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളതാണ് പറയുന്നത്. We say that 0, 0 is a simple critical point of dx by dt equal to a1x plus b1y plus f of xy, dy by dt equal to a2x plus b2y plus g of xy. അതായത് നമ്മുടെ ഓട്ടോണമസ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് ഇതാണ്. 0, 0 is an isolated critical point of the corresponding linear system. To show that critical point is isolated, we must show that determinant of a1 b1 a2 b2 not equal to 0. അപ്പോൾ ആദ്യത്തെ കാര്യം സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് സിമ്പിൾ ആവാൻ വേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. 0, 0 is an isolated critical point of the corresponding linear system. ഈ സിസ്റ്റത്തിൻ്റെ 0, 0 ഈ ഗിവൺ സിസ്റ്റത്തിൻ്റെ ഓട്ടോണമസ് സിസ്റ്റത്തിൻ്റെ ഒരു സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കണം കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിറ്റർമിനൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ ആർ കണ്ടിന്യൂസ് ആൻഡ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ റിമൈനിങ് പാർട്ടുകളാണ് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ കാര്യം ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 എഫ് ഓഫ് എക്സ് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതോടൊപ്പം തന്നെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 ജി ഓഫ് എക്സ് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് 0, 0 ഈസ് സിമ്പിൾ എന്ന് പറയാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് 0, 0 ഈസ് എ സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദ സിസ്റ്റം ദ ഗിവൺ സിസ്റ്റം. ഇതാണ് ഈ തന്നിരിക്കുന്ന നോൺ ലീനിയർ ഓട്ടോണമസ് സിസ്റ്റം. അപ്പോൾ 0, 0 ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എന്ന് സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇറ്റ് ഈസ് എൻ ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ലീനിയർ സിസ്റ്റം എന്നുള്ളത് കാണിക്കണം. ഇത് നോൺ അല്ലാട്ടോ, ലീനിയർ എന്നാണ് കേട്ടോ. ഈ നോൺ ക്യാൻസൽ ചെയ്തോളൂ നോട്ട് എഴുതുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. കറസ്പോണ്ടിങ് ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചിട്ടുണ്ട്. സോ 0, 0 ഈസ് എൻ ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം. ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈ ഐഡൻറ്റിഫൈ ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് വൈയും കറസ്പോണ്ടിങ് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ -2xy² ആണ് വരുന്നത്. അത് സ്റ്റാൻഡേർഡ് ഫോം നോക്കിയിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടിന്യൂസ് ആവണം. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇത് രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ഓൾവേസ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസും ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം ആ ലിമിറ്റ് 0 ആണെന്ന്, രണ്ട് ലിമിറ്റുകൾ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്
അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൊളാർ ഫോമാണ് സെലക്ട് ചെയ്ത് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മോഡ് എഫ് ഓഫ് എക്സ് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുക്കുമ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ ആർ സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ വരും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ ആണെന്ന് നമുക്കറിയാം പൊളാർ കോർഡിനേറ്റിൻ്റെ കേസിൽ അല്ലേ, അറിയാവുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് കോസ് തീറ്റയും മോഡ് സൈൻ തീറ്റയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അത് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ആർ സ്ക്വയർ ബൈ ആർ ആണ് വരിക, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് വരും. സോ ആസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് വൈ ടെൻസ് ടു 0 എന്ന് പറയുന്നത് ആർ ടെൻസ് ടു 0നോട് ഇക്വാലൻ്റ് ആണ്. അതുപോലെ തന്നെ മോഡ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ ബാക്കി റിമൈനിങ് ടേം ആർ ഉണ്ടാവുള്ളൂ. എക്സ് വൈ 0ലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആർ ടെൻസ് ടു 0 ആണ് വരിക. സോ ദിസ് ആർ ടെൻസ് ടു 0. ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. ഇവിടെ ജി ഓഫ് എക്സ് വൈ മൈനസ് 2x വൈ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ അതും ഇതുപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 2r സ്ക്വയർ എന്ന് വരും, വിച്ച് ടെൻസ് ടു 0 ആസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് 0 ആണെന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്തു. അങ്ങനെ നമുക്ക് 0 0 ഈസ് എ സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ എളുപ്പമാണ് അതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഈ 3 കണ്ടീഷൻസ് വെരിഫൈ ചെയ്താൽ മതിയാവും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. തിയറം ഓഫ് പോയിന്റ് കെയർ. തിയറം ഓഫ് പോയിന്റ് കെയർ എന്താ പറയുന്നത് നോക്കാം. ലെറ്റ് 0 0 be a simple critical point of the non-linear system and consider the related linear system 3. Non-linear system ഏതാണെന്നും linear system ഏതാണെന്നും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. If the critical point 0 0 of 3 falls under any one of the major cases described in section 60, then the critical point 0 0 of system 4 is of the same type. അപ്പോൾ ആദ്യം ഈ സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. നമ്മുടെ കയ്യിൽ നോൺ ലീനിയർ സിസ്റ്റവും കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം ഉണ്ട്. നോൺ ലീനിയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ 4 എന്ന് പറയുന്നത്, ലീനിയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ 3 എന്ന് പറയുന്നത്. നമ്മൾ നമ്പർ ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീരത്തിൽ പറയുന്നത് ഇതാണ്, 0 0 സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദ നോൺ ലീനിയർ സിസ്റ്റം ആണ് എങ്കിൽ ലെറ്റ് 0 0 be a simple critical point of the non-linear system ആണ് എങ്കിൽ നമുക്കതിൻ്റെ നാച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം എടുത്തിട്ട് നാച്ചർ നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഇഫ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് 0 0 of 3 falls under any one of the major 3 cases described in section 60, അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു അതിൻ്റെ ടൈപ്പുകൾ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ. സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെയും നാച്ചർ. അപ്പോൾ അത് കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം എടുക്കുക, ഓക്സിലറി ഇക്വേഷൻ എഴുതി നോക്കുക. ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് പ്രകാരം നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ 3 കാറ്റഗറി, 3 അല്ല ഇതിലധികം ഉണ്ടായിരുന്നു, പക്ഷേ ഈ 3 കാറ്റഗറി നിങ്ങൾ പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? ഡി വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് വിത്ത് സെയിം സൈൻ ആണെങ്കിൽ നോഡ്, ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വിത്ത് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സാഡിൽ പോയിന്റ്, കോൺജുഗേറ്റ് കോംപ്ലക്സ് റൂട്ട് ബട്ട് നോട്ട് പ്യുവർ ഇമാജിനറി ആണെങ്കിൽ സ്പൈരൽ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കേസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തന്നെയായിരിക്കും സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെയും നാച്ചുറൽ എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. dx by dt ഈക്വൽ ടു ഇതെന്ന് തന്നിട്ടുണ്ട്, dy by dt ഈക്വൽ ടു ഇതെന്ന് തന്നിട്ടുണ്ട്. നേരത്തെ തന്ന സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ചെക്ക് ദ വെദർ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഈ സിമ്പിൾ ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം മുഴുവനും ചെയ്തിട്ടില്ല, അത് ഓൾറെഡി ഇവിടെ തൊട്ട് മുമ്പായിട്ട് ഇത് സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ചെയ്ത കാരണം കൊണ്ടാണ് ഇതിവിടെ ഡിസ്ക്രൈബ് ചെയ്യാത്തത്. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം അത് സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ എന്നുള്ള 3 സ്റ്റെപ്പ് ഇല്ലേ, ആ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്തണം. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ ഇത് നാച്ചുറൽ ചെക്ക് ചെയ്യാനായിട്ട് പോകാവൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് തരണേയെങ്കിൽ, നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് തരണേയെങ്കിൽ നാച്ചുറൽ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ആദ്യം സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ എന്ന് നോക്കുക, അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റം എഴുതുക. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഓക്സിലറി ഇക്വേഷൻ എഴുതിയപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ബട്ട് നോട്ട് പ്യുവർ ഇമാജിനറി എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. ദെർഫോർ അതൊരു സ്പൈരൽ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ഒരു നോട്ട് പറയുന്നുണ്ട്. നോട്ടിൽ പറയുന്നത് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് വൈൽ ദ ടൈപ്പ് ഓഫ് ദ ക്രിട്ടിക്കൽ പോയിന്റ് 0 0 ഈസ് സെയിം ഫോർ 4 ആസ് ഇറ്റ് ഈസ് ഫോർ 3 ഇൻ ദ കേസസ് കവേർഡ് ബൈ തിയറം ദ ആക്ച്വൽ അപ്പിയറൻസ് ഓഫ് ദ പാർട്സ് മേ ബി സംവാട്ട് different.
അപ്പോൾ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവാം പാത്തുകളിൽ നിന്നുള്ളതാണ് പറയുന്നത്. ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ സാഡിൽ പോയിന്റ് നമ്മൾ ഈ ഒരു ഫോമിലാണ് വരച്ചത് അല്ലേ. 0 സാഡിൽ പോയിന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ്. ഹൈപ്പർബോളാസും അതുപോലെ ലീനിയർ ലൈൻസുമാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ വരുമ്പോൾ ചെറിയ ഇങ്ങനെ ഒരു കുറച്ചൊരു മീൻസ് പാർട്സിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് മേ ബി ഉണ്ടാവാം എന്നുള്ളത് കാണിക്കാനാണ് ഈ 2 ഫിഗർ ഇവിടെ കാണിച്ചത്. അപ്പോൾ അതൊന്ന് വരച്ച് വെച്ചേക്കാം. ഇനി 2 ബോർഡർ ലൈൻ കേസുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെക്ഷൻ 60 പറഞ്ഞ 3 കേസുകളുടെ കാര്യമാണ് തുടക്കത്തിൽ പറഞ്ഞത്. എന്താണോ ലീനിയർ സിസ്റ്റത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ നാച്ചർ അത് തന്നെയായിരിക്കും നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ നാച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 3 കേസുകളിൽ. ഈ 2 ബോർഡർ ലൈൻ കേസുകൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നോഡ് ആവാന്നുള്ളൊരു കേസും, കോൺജുഗേറ്റ് കോംപ്ലക്സ് റൂട്ട്സ് ആൻഡ് പ്യുവർ ഇമാജിനറി ആണെങ്കിൽ സെൻറ്റർ ആവാന്നുള്ളൊരു കേസും. In these cases we can't predict the nature of the critical point of the non-linear system based on the linear system. അപ്പോൾ ഈ 2 കേസുകളിൽ നമുക്ക് ഇതുപോലെ ലീനിയർ സിസ്റ്റത്തിലെ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ നാച്ചർ വെച്ചിട്ട് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ നാച്ചർ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ 2 കേസുകളിൽ ഈ 2 കേസുകളിലാണെങ്കിൽ മറ്റേ 3 കേസുകളിൽ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ ഇപ്പോൾ പ്രോബ്ലം ചെയ്ത പോലെ ആദ്യം സിമ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ എന്ന് വെരിഫൈ ചെയ്ത് പിന്നെ കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം എടുത്ത് അതിൻ്റെ നാച്ചർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് ഓക്സിലറി ഇക്വേഷൻ ഒക്കെ എഴുതി അതിൻ്റെ നാച്ചർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷേ ഓക്സിലറി ഇക്വേഷൻ വരുമ്പോൾ ഈ 2 കേസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ഒന്നും പറയാനായിട്ട് പറ്റില്ല, നാച്ചറിനെ കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് dx/dt = -y - x², dy/dt = x അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതുപോലെ വേറൊരു സിസ്റ്റം തന്നിരിക്കുന്നത് dx/dt = -y - x³ dy/dt = x. ആ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇൻ ഈച്ച് കേസ് ദ റിലേറ്റഡ് സിസ്റ്റം ഈസ് ഓരോന്നിനും ആ സിസ്റ്റം എഴുതിയിട്ടുണ്ട്. വി ഹാവ് dx/dt = -y and dy/dt = x. So that dy/dx = -x/y ആൻഡ് ഇവിടെ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേറൊരു സിസ്റ്റം കൂടി തന്നിട്ടുണ്ട് അല്ലേ. dx/dt = -y dy/dt = x. അങ്ങനെ 3 സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. അവിടെ 3 സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസിൽ ഇതിൽ a1 = 0 b1 = -1 a2 = 1 b2 = 0. ഇതിൽ കേട്ടോ മൂന്നാമത്തേൻ്റെ കേസിൽ അതിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് റൂട്ട്സ് നോക്കിയപ്പോൾ സെൻറ്റർ ആണെന്നാണ് കിട്ടിയത് കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റത്തിൻ്റെ കേട്ടോ. സോറി ഒരു ഫോൾട്ട് ഉണ്ട്. ഒരു മിനിറ്റ് തെറ്റി പറഞ്ഞതാണ്. ഇവിടെ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം നോൺ ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റം എഴുതി. ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റം എഴുതി. ഇതിൻ്റെ ലീനിയർ സിസ്റ്റവും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റവും രണ്ടും സെയിം തന്നെയാണ്. കണ്ടോ, 2 പ്രോബ്ലം ആട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. ഇത് മൂന്നാമത്തതല്ല, ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റമാണ്. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇതാ നോക്കി, ഇതിൻ്റെ 2നും പ്രത്യേകത, ഇതിൻ്റെ 2നും സെയിം ലീനിയർ സിസ്റ്റമാണ്. അപ്പോൾ അതിന് നാച്ചുർ ഡിഫറൻ്റ് ആണ് പക്ഷേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇതിൻ്റെ ലീനിയർ സിസ്റ്റം ഇത് വരും, ഇതിൻ്റെയും ലീനിയർ സിസ്റ്റം ഇത് വരും. കറസ്പോണ്ടിങ് a1 b1 a2 b2 ഒക്കെ എഴുതി അങ്ങനെ റൂട്ട്സൊക്കെ ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് പ്യുവർ ഇമാജിനറി ആയിട്ടുള്ള റൂട്ട്സ് ആണ് വന്നത്. അപ്പോൾ അതൊരു സെൻറ്റർ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇത് ലീനിയർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് കറസ്പോണ്ടിങ് നോൺ ലീനിയർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. dy/dt dx/dt കയ്യിലുണ്ടല്ലോ, അത് വെച്ച് dy/dx കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. ദെൻ അതിനെ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ആക്കി മാറ്റി വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ച് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ നോക്കി ഇതൊരു സ്പൈറലായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മറ്റൊന്ന് ലീനിയർ സിസ്റ്റം ചെയ്തപ്പോൾ അതൊരു സെൻറ്റർ ആയിരുന്നു, ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തപ്പോൾ അതൊരു എന്താണ് സ്പൈറൽ എന്നാണ് കിട്ടിയത്. അപ്പോൾ നോക്കിയൊക്കെ ഇവിടെ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ വരുന്നത്
ഓക്സിലറി ഇക്വേഷൻ വരുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വരാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഡിഫറൻ്റ് ആയിട്ട് വരാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് സ്പൈറൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ നമുക്ക് സീൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ നമുക്ക് കുറേ കർവുകൾ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, ഇത് സെൻറ്ററിൻ്റെ ഇക്വേഷൻ അല്ലേ.